സന്ദീപ് വാര്യരുടെ ഈ വാർത്ത പുറത്തു വന്നപ്പോഴത്തെ സാഹചര്യമല്ല 24 മണിക്കൂർ പിന്നിടുമ്പോഴത്തെ സാഹചര്യം. വാർത്ത പുറത്തു വന്നപ്പോൾ എല്ലായിടത്തും ഒരു ഷോക്ക് ഉണ്ടായിരുന്നു. ആ ഷോക്ക് മാറി വരുമ്പോൾ യാഥാർത്ഥ്യം തികച്ചും വ്യത്യസ്തമായി വരുന്നു. CPM-നെതിരെയുള്ള ഒന്നാന്തരം അടി തന്നെയാണ് കോൺഗ്രസിന്റെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അനേകം BJP-ക്കാരെ മാമോദീസ മുക്കി കമ്മ്യൂണിസ്റ്റുകാരാക്കി മതേതര സംരക്ഷകരാണ് തങ്ങൾ എന്ന് അവകാശപ്പെട്ടിരുന്ന CPM-നെ തിരിച്ചടിയായി എന്ന് മാത്രമല്ല, സന്ദീപ് വാര്യർ മഹാനാണ്, നല്ലവനാണ് എന്ന് AK ബാലൻ അടക്കം CPM-കാരെ കൊണ്ട് പലതവണ പറയിച്ച് സന്ദീപ് വാര്യർ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നേക്കും എന്ന് പ്രതീക്ഷ കൊടുപ്പിച്ച് സന്ദീപ് വാര്യർക്കെതിരെയുള്ള CPM വിമർശനത്തിന്റെ മുന ഒടിച്ചതിന് ശേഷമാണ് കോൺഗ്രസ് അങ്ങോട്ട് കൊണ്ടുവന്നത് എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നേട്ടമാണ്. CPM-കാർക്ക് സന്ദീപ് വാര്യർ വർഗീയവാദിയാണ് എന്ന് പറഞ്ഞ് ഇനി അടിക്കാൻ കഴിയില്ല. അത് വളരെ ഗൗരവമേറിയ ഒരു നേട്ടം തന്നെയാണ്. എന്നാൽ ഇത് കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമോ, ഇത് BJP-ക്ക് തെരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്യുമോ എന്ന ചോദ്യത്തിന് ഉത്തരം തേടുമ്പോൾ ഒരുപക്ഷെ ഇത് കോൺഗ്രസിന് ഒരു സെൽഫ് ഗോളായി മാറിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല.